റാപ്പിഡ് റിവിഷൻ. 10ാം ക്ലാസ് പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി റേഡിയോ 90 FM വോയിസ് ഓഫ് അമൽജ്യോതി അവതരിപ്പിക്കുന്ന റാപ്പിഡ് റിവിഷനിലേക്ക് സ്വാഗതം. റാപ്പിഡ് റിവിഷനിലൂടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം സോഷ്യൽ സയൻസ്. ക്ലാസ് നയിക്കുന്നത് കുഴുത്തോളു ദീപ ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ ഷിജോ ജോൺ. പ്രിയ കൂട്ടുകാരെ, 2026 SSLC സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുത്ത് കാണുമല്ലോ. ഏറെ എളുപ്പത്തിൽ സോഷ്യൽ സയൻസിൽ A+ നേടാൻ ഗുണകരമാകുന്ന രീതിയിലുള്ള ചില സിമ്പിൾ ടെക്നിക്കുമായിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഒത്തുചേരുന്നത്. നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ ഒരു സെഷനിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഷിജോ ജോൺ, കുഴുത്തുരു ദീപ ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനാണ്. നമുക്കറിയാം 80 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഹിസ്റ്ററിയിൽ നിന്നും 40 മാർക്കിന്റെയും ജോഗ്രഫിയിൽ നിന്നും 40 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് സോഷ്യൽ സയൻസ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. വളരെ കൃത്യമായും വ്യക്തമായും ക്രമീകൃതമായ രീതിയിൽ പഠിച്ചാൽ മുഴുവൻ മാർക്കും നേടാൻ പറ്റുന്ന രീതിയിലാണ് സോഷ്യൽ സയൻസ് പരീക്ഷ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. കുറേയേറെ പാഠഭാഗങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതേത്, ഗൗരവം കൊടുത്ത് പഠിക്കേണ്ടതേത് എന്ന രീതിയിൽ ക്രമീകരിച്ചാൽ സോഷ്യൽ സയൻസ് വളരെ ഈസിയായ ഒരു സബ്ജക്റ്റാക്കി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ഈ വർഷം സോഷ്യൽ സയൻസ് വിഷയത്തിന് ഓരോ ചാപ്റ്ററിനും പ്രത്യേകം വെയിറ്റേജ് വിദ്യാഭ്യാസ വകുപ്പ് നമുക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചാപ്റ്റർ, ചരിത്രത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ മാനവികത. 6 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഈ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കുക. എന്താണ് മാനവികത? ഹ്യൂമനിസം. ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്ക് നമുക്കറിയാം ഹ്യൂമനിസം എന്താണ് എന്ന് അതിന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതിയാൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ഒട്ടുമിക്ക ചോദ്യങ്ങൾക്കും ഒരു ഇൻട്രൊഡക്ഷൻ ആയി നമുക്കതിനെ മാറ്റാനായിട്ട് സാധിക്കും. ഇത് തുടങ്ങുന്നതിന് മുമ്പ് 14ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലെ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. എന്തായിരുന്നു ഈ മാറ്റങ്ങൾ? അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് മാനവികത. മനുഷ്യ കേന്ദ്രീകൃതമായ കാഴ്ചപ്പാട്, നഗര ജീവിതത്തിന്റെ വളർച്ച, കച്ചവടത്തിന്റെ പുരോഗതി, ദേശരാഷ്ട്രങ്ങളുടെ വളർച്ച, വ്യക്തി സ്വാതന്ത്ര്യം, യുക്തിചിന്ത, മതേതര മൂല്യങ്ങളുടെ വ്യാപനം, പണാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ, പ്രാദേശിക ഭാഷകൾക്ക് ലഭിച്ച പ്രാധാന്യം, കലാ ശാസ്ത്ര രംഗങ്ങളിലുണ്ടായ മാറ്റം. 14ാം നൂറ്റാണ്ടിലുണ്ടായ ഈ മാറ്റങ്ങളോടുകൂടിയാണ് നമ്മുടെ മാനവികത എന്ന ചാപ്റ്റർ ആരംഭിക്കുക. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് റൈസൻസ് അഥവാ നവോത്ഥാനം. 14ാം നൂറ്റാണ്ടിൽ ഗ്രീക്കോ റോമൻ സംസ്കാരങ്ങൾക്കിടയിലുണ്ടായ ഒരു പുനർജനി എന്നാണ് നവോത്ഥാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, 14ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥിതികളിൽ നിന്നും മാറി പുതിയ ഒരു യുഗം ആരംഭിക്കുകയുണ്ടായി. അതിനെ നാം നവോത്ഥാനം എന്നാണ് വിളിക്കുക. ഈ നവോത്ഥാനം മനുഷ്യരുടെ കാഴ്ചപ്പാടുകളിൽ, അവരുടെ രചനകളിൽ, അവരുടെ കൊത്തുപണികളിൽ, സാഹിത്യരചനകളിൽ, ശാസ്ത്രരംഗങ്ങളിൽ എല്ലാം പുതിയ ഒരു മാറ്റം കാണാൻ സാധിച്ചു. നമ്മുടെ പാഠപുസ്തകത്തിൽ ആദ്യം എന്താണ് മാനവികത എന്നും തുടർന്ന് റിനൈസൻസിനെ കുറിച്ചും അതിനുശേഷം എന്തുകൊണ്ടാണ് ഈ റിനൈസൻസ് അല്ലെങ്കിൽ നവോത്ഥാനം ഇറ്റലിയിൽ ഉണ്ടാവാൻ കാരണം എന്നുമാണ് ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുക. നമുക്ക് പ്രതീക്ഷിക്കാം ഒരു 3 മാർക്കിന്റെ ചോദ്യം. നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ? ഇറ്റലിയാണ് നവോത്ഥാനത്തിന്റെ കേന്ദ്രം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നു. എന്തുകൊണ്ടാവാം ഇത്? ഇറ്റലിക്ക് എന്താണ് സവിശേഷത? ഒന്നാമത്തെ കാരണമായി നമ്മൾ കാണുന്നത് ഇറ്റലി വളരെ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ കാണുന്നത്. ദേ വേർ മോർ ഇൻഡിപെൻഡന്റ്, വെൽത്തി ആൻഡ് ഡൈനാമിക്. എന്തായിരിക്കാം മറ്റു കാരണങ്ങൾ? ഇവിടെ ഉണ്ടായിരുന്ന വ്യാപാരികൾ അവർക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെ കുറിച്ച് നല്ല അറിവുള്ളവരായിരുന്നു. അതുമാത്രമല്ല, ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വാണിജ്യത്തിലൂടെ അതിസമ്പന്നന്മാരായ ആളുകളും ഇറ്റലിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് നവോത്ഥാനം ഇറ്റലിയിൽ രൂപം കൊള്ളാനുണ്ടായ പ്രധാന കാരണങ്ങളിൽ ആദ്യമായി നമ്മൾ പറയുന്ന വിഷയങ്ങൾ. അതോടൊപ്പം 11ാം നൂറ്റാണ്ടോടെ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും മത മേധാവിത്വത്തിന്റെ ശക്തി ക്ഷയിക്കുന്നതിനും കാരണമായി. അങ്ങനെ ഒരു സമ്പന്നന്മാരായ ഒരു വിഭാഗത്തിന്റെ ഉയർച്ചയ്ക്കും ആധിപത്യത്തിനും ഇതിടയാക്കി. നമ്മൾ കണ്ടു 11ാം നൂറ്റാണ്ടില് യൂറോപ്പിൽ ഒരു വാണിജ്യവൽക്കരണം ഉണ്ടായി, വ്യവസായം ശക്തി പ്രാപിച്ചു. അതോടുകൂടി നിലവിലുണ്ടായിരുന്ന മിഡിവൽ പീരീഡിലുണ്ടായിരുന്ന ഫ്യൂഡൽ വ്യവസ്ഥ തകർന്ന് തരിപ്പണമായി. ഫ്യൂഡൽ വ്യവസ്ഥ തകർന്നതോടുകൂടി മതമേധാവിത്വവും അതോടൊപ്പം തന്നെ തകർന്ന് ഇല്ലാതായി. ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ച
ഒരു സമ്പന്ന കുടുംബങ്ങളുടെ വളർച്ചയിലേക്കാണ് നയിച്ചത്. അങ്ങനെ ഇറ്റലിയിൽ പ്രധാനമായും വളർന്നു വന്ന പ്രധാന സമ്പന്ന കുടുംബങ്ങൾ, അവ ഏത് നഗരങ്ങളിലാണ് ഈ കുടുംബങ്ങൾ ഉണ്ടായിരുന്നത് എന്നുമാണ് ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. മെഡീച്ചി ഫ്ലോറൻസ് എന്ന നഗരത്തിലും, സ്ഫോർസ മിലാൻ എന്ന നഗരത്തിലും, ഫർണീസി പാർമ എന്ന നഗരത്തിലും, ഓർസീനി നേപ്പിൾസ്, വിസ്കോന്തി മിലാൻ എന്നീ നഗരത്തിലുമാണ് വളർന്നു വന്നത്. അങ്ങനെ ഇറ്റലിയിൽ സമ്പന്നമായ കുടുംബങ്ങൾ വളർന്നു വന്നു എന്നത് ഇറ്റലിയിൽ നവോത്ഥാനം രൂപം കൊള്ളുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. അതോടൊപ്പം തന്നെ മധ്യകാലത്ത് നടന്ന കുരിശ് യുദ്ധങ്ങൾ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. കിഴക്കൻ ലോകത്തെ സംസ്കാരങ്ങൾ, നഗരങ്ങൾ, അവിടങ്ങളിലെ ജനജീവിതം തുടങ്ങിയവുമായി ഇറ്റാലിയൻ നഗരങ്ങൾ വേഗം പരിചയത്തിലായി. അതോടുകൂടി ഇറ്റലിയിലെ നഗരങ്ങൾക്ക് വളർച്ച ശക്തി പ്രാപിച്ചു. ഇസ്ലാമിക സാമ്രാജ്യം കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നിവയുമായി സ്ഥാപിച്ച വാണിജ്യ ബന്ധത്തിലൂടെ വൻതോതിലുള്ള സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകി. കാലാന്തരത്തിൽ മെഡിറ്ററേനിയൻ പ്രദേശം കേന്ദ്രീകരിച്ച് നിലനിന്നിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വാണിജ്യത്തിന്റെ കുത്തക ഇറ്റാലിയൻ നഗരങ്ങളിലെ കച്ചവടക്കാരുടെ നിയന്ത്രണത്തിലായി. ചുരുക്കത്തിൽ പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാൻ കാരണമായത് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലൂടെയാണ് കഴിഞ്ഞ സമയം നമ്മൾ കടന്നുപോയത്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഫസ്റ്റ് ടൈമിലും തുടർന്ന് നടന്ന മോഡൽ പരീക്ഷകളിലുമൊക്കെ ഈ ചോദ്യങ്ങളുടെ സാധ്യത SCERT ചോദ്യപേപ്പറുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇറ്റാലിയൻ നഗരങ്ങൾ വളരെ സ്വതന്ത്രവും സമ്പന്നവും ഊർജ്ജസ്വലവുമായിരുന്നു എന്നതും അവിടെയുള്ള വ്യാപാരികൾക്ക് ബാങ്കിങ്, ഇൻഷുറൻസ് എന്നീ മേഖലകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നതും ബുക്ക് കീപ്പിംഗ് പോലുള്ള വാണിജ്യ സാങ്കേതിക വിദ്യകളിൽ കാര്യക്ഷമത കൈവരിച്ചവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വളരെ സമ്പന്നന്മാരായ നിരവധി ആളുകളും നിരവധി സമ്പന്ന കുടുംബങ്ങളും ഉണ്ടായിരുന്നത് ഇറ്റലിയിൽ നവോത്ഥാനം രൂപം കൊള്ളുന്നതിന് പ്രധാന കാരണമായി എന്ന് നമുക്ക് കാണാം. തുടർന്ന് 11-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലുണ്ടായ വാണിജ്യവൽക്കരണം മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക്, അതിനെ തുടർന്ന് മതഭേദാധിപത്യത്തിന്റെ ശക്തി ക്ഷയിക്കുകയും അവിടെ ഒരു സമ്പന്ന വിഭാഗം വളർന്നു വരികയും ചെയ്തു. ഈ മാറ്റങ്ങൾ സംഭവിച്ചത് ഇറ്റലിയിലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കുരിശ് യുദ്ധങ്ങൾ നടന്ന സമയത്ത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള ഒരു സാംസ്കാരിക വിനിമയത്തിലേക്ക് ഇത് നയിച്ചു. അവിടെ ഇറ്റാലിയൻ നഗരങ്ങൾ കിഴക്കുള്ള പല നഗരങ്ങളിൽ നിന്നും ഒത്തിരിയേറെ അറിവുകളും ശാസ്ത്ര സാങ്കേതിക വിദ്യകളും അവര് കരഗതമാക്കുകയും അതിലൂടെ വലിയ സമ്പത്ത് ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് ഒഴുകുകയും ചെയ്തു. അങ്ങനെ ഇറ്റലി വാണിജ്യത്തിന്റെ ഒരു കേന്ദ്രമായി മാറി. അതോടൊപ്പം തന്നെ 14-ാം നൂറ്റാണ്ടിന് മധ്യത്തിൽ പൊട്ടിപ്പുറപ്പെട്ട ബ്യൂബോണിക് പ്ലേഗ് എന്ന മഹാമാരി ഇറ്റാലിയൻ നഗരങ്ങളെ സാരമായി ബാധിച്ചു. ഈ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഈ ദുരന്തത്തോടുകൂടി വൻതോതിൽ ജനങ്ങൾ മരണപ്പെട്ടു. അതോടെ തൊഴിലാളികളുടെ ലഭ്യതയിൽ വലിയ ഒരു കുറവുണ്ടായി. ഇത് കാർഷിക മേഖലയെ ആശ്രയിച്ച് നിലനിന്നിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും വാണിജ്യ കേന്ദ്രീകൃതമായ ഒരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്കും വഴിയൊരുക്കി. നിലവിലുണ്ടായിരുന്ന മരുന്നുകളൊന്നും ഈ പ്ലേഗിനെ ചെറുക്കാൻ പര്യാപ്തമല്ലാതായപ്പോൾ പ്രാചീന ഗ്രീസിലെയും റോമിലെയും വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ തുടങ്ങി. പ്ലേഗിന്റെ ഭീകരത മനുഷ്യനെ ജീവിതത്തിന്റെ നൈമിഷികതയെക്കുറിച്ചും അനിശ്ചിതത്വത്തെക്കുറിച്ചും ചിന്തിക്കാനും സുഖങ്ങളെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും പ്രേരിപ്പിച്ചു. ഇതാണ് മാനവികതയിലേക്ക് നയിച്ചത്. മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കാൻ ഈ കാലഘട്ടങ്ങളിൽ ജനങ്ങൾ ആരംഭിച്ചു എന്നതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇവിടെയുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ ചർച്ച ചെയ്യുക. വളരെ വ്യക്തമായ ഉത്തരം നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. 2 മാർക്കിന് ചോദ്യമായി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാം. 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗിലൂടെ അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണമായി നമ്മൾ കണ്ടത് നിരവധി ആളുകൾ മരിച്ചു. മരണത്തോടുകൂടി തൊഴിലാളികളുടെ ലഭ്യതയിൽ കുറവുണ്ടായി. ഇത് കാർഷിക മേഖലയെ തകർത്തു കളഞ്ഞു. കാർഷിക മേഖലയെ ആശ്രയിച്ചിരുന്ന മധ്യകാല ഫ്യൂഡൽ വ്യവസ്ഥ അതോടുകൂടി തകർന്ന് ഇല്ലാതായി. വാണിജ്യ കേന്ദ്രീകൃതമായ മറ്റൊരു മധ്യവർഗത്തിന്റെ വളർച്ചയ്ക്ക്, ഒരു മിഡിൽ ക്ലാസിന് വളർച്ചയ്ക്ക് ഇത് വഴിയൊരുക്കി. ഈ പ്ലേഗ് എന്താണ്? മനുഷ്യന്റെ മനോഭാവത്തിൽ ഉണ്ടാക്കിയ മാറ്റം. മനുഷ്യന്റെ മനോഭാവങ്ങളിൽ ഉണ്ടായ മാറ്റം എപ്പം വേണമെങ്കിലും മരണം സംഭവിക്കാം എന്നുള്ളതും ജീവിച്ചിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സുഖത്തെക്കുറിച്ച് അന്വേഷിക്കാനും തങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും ആളുകളെ ഇത് പ്രേരിപ്പിച്ചു. ഇത് മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാൻ അവർക്ക് കാരണമായി. അങ്ങനെ 14-ാം നൂറ്റാണ്ടിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് യൂറോപ്പിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് ഈ ആദ്യഘട്ടത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ 2ാമത്തെ ഭാഗം സ്കോളാസ്റ്റിസത്തെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. ഉറപ്പായും ഇത്തവണത്തെ പരീക്ഷയ്ക്ക് സ്കോളാസ്റ്റിസം, ഹ്യൂമനിസം ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്
ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. മധ്യകാല ലോകത്തെ, അതായത് മിഡീവൽ പീരീഡിൽ അതിനെ ഏറെ സ്വാധീനിച്ചിരുന്നത് സ്കോളാസ്റ്റിസം എന്നറിയപ്പെടുന്ന ഒരു തത്വശാസ്ത്രമാണ്. ഈ തത്വശാസ്ത്രത്തിൽ ക്രൈസ്തവ മതചിന്തയെ അടിസ്ഥാനമാക്കിയ ഈ തത്വശാസ്ത്രം വിജ്ഞാനത്തെയും അന്വേഷണങ്ങളെയും പ്രോത്സാഹിപ്പിച്ചിരുന്നുവെങ്കിലും ദൈവത്തിനും പരലോക ജീവിതത്തിനുമാണ് അത് കൂടുതൽ ഊന്നൽ നൽകിയത്. അതിൽ നിന്ന് മാറി മനുഷ്യനും ഇഹലോകത്തിനും യുക്തിചിന്തയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് മാനവികത എന്ന ആശയം രൂപപ്പെട്ടത്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സ്കോളാസ്റ്റിസവും മാനവികതയും തമ്മിലുള്ള വ്യത്യാസം. മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന തത്വശാസ്ത്രമായിരുന്നു സ്കോളാസ്റ്റിസം എങ്കിൽ അതിൽ നിന്ന് മാറി രൂപം കൊണ്ടതാണ് മാനവികത. മനുഷ്യൻ അന്തർലീനമായ അനന്യത, വികാരങ്ങൾ, ശേഷികൾ, എഴുത്ത്, സംഭാഷണം എന്നിവയ്ക്ക് മാനവികതാവാദികൾ ഊന്നൽ നൽകിയപ്പോൾ സ്കോളാസ്റ്റിക്കുകൾ ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിലാണ് ഉറച്ചു നിന്നത്. മാനവികതയിലേക്കുള്ള ഈ വളർച്ച ദൈവകേന്ദ്രീകൃതമായ കാഴ്ചപ്പാടിൽ നിന്നും മനുഷ്യ കേന്ദ്രീകൃതമായ വീക്ഷണത്തിലേക്കുള്ള ഒരു പരിവർത്തനമായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഇവർ മതത്തിന്റെ ചില വശങ്ങളെ അവര് ചോദ്യം ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സ്കോളാസ്റ്റിസവും മാനവികതയും തമ്മിലുള്ള വ്യത്യാസം. മാനവികതയിലേക്കുള്ള ഈ മാറ്റം നവോത്ഥാന കാല സൃഷ്ടികളിൽ, പ്രത്യേകിച്ച് ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, ശാസ്ത്രം, മതം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റത്തിന് കാരണമായി. ഈ മാറ്റത്തെക്കുറിച്ചാണ് ഈ പാഠഭാഗത്ത് കൂടുതലായും പിന്നീട് നമ്മൾ കാണുന്നത്. കൂട്ടുകാരെ, ഉറപ്പായും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണിത്. 4 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതില് നവോത്ഥാന കാലഘട്ടത്തിലെ കല, ചിത്രകല, ശാസ്ത്രം, കൊത്തുപണികൾ, ശില്പകല, വാസ്തുവിദ്യ, സാഹിത്യം, ചരിത്രരചന, നവോത്ഥാനം, ശാസ്ത്രം, മതത്തിന്റെ മേഖലയിലുണ്ടായ മാറ്റം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 4 മാർക്കിന്റെ വരെ ചോദ്യങ്ങൾ നമുക്ക് വളരെ ഈസിയായി ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ലഭിക്കും. 100% ഉറപ്പായി നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു മേഖലയാണിത്. നവോത്ഥാനത്തിന്റെ സ്വാധീനം നവോത്ഥാന കാലഘട്ടത്തിലെ കലയിലും ശാസ്ത്രത്തിലും സാഹിത്യത്തിലും ചിത്രകലയിലും മതത്തിലും ചരിത്രരചനയിലും എങ്ങനെ സ്വാധീനിച്ചു എന്നതാവാം ഇതിലെ ചോദ്യം. അവിടെ ഒന്നാമത് നവോത്ഥാന കാലഘട്ടത്തിലെ കലയുടെ വ്യത്യസ്ത ശൈലികളെക്കുറിച്ച്, മധ്യകാലഘട്ടത്തിൽ നിന്നും നവോത്ഥാന കാലഘട്ടത്തിലെ കല, പ്രത്യേകിച്ച് ചിത്രകലയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് എന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നവോത്ഥാന കാലഘട്ടങ്ങളിൽ ചിത്രകാരന്മാർ മനുഷ്യരൂപങ്ങളെ കൃത്യമായും വ്യക്തതയോടും സൂക്ഷ്മതയോടുകൂടി അവതരിപ്പിച്ചു. യുക്തിചിന്തയ്ക്കും മനുഷ്യ സ്വഭാവത്തിലെ വൈകാരികതയ്ക്കും ചിത്രകാരന്മാർ തങ്ങളുടെ സൃഷ്ടികൾക്ക് ഊന്നൽ നൽകി. ഇഹലോകത്തിലെ മൂല്യങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു. മാനവികതയുടെ സ്വാധീനം കലാസൃഷ്ടികൾ കൂടുതൽ കൃത്യതയും യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതുമായി. എന്നാൽ മധ്യകാലഘട്ടങ്ങളിൽ ചിത്രരചനയ്ക്കായി ചിത്രകാരന്മാർ തെരഞ്ഞെടുത്തിരുന്നത് ദൈവ സിദ്ധാന്തങ്ങളായിരുന്നു. ഒരുപക്ഷെ മാലാഹമാരുടെ ചിത്രങ്ങളോ ദൈവങ്ങളെ പ്രതിനിധീകരിക്കുന്ന ചിത്രങ്ങളോ ഒക്കെ ആകാം. മധ്യകാലഘട്ടങ്ങളിലെ ചിത്രങ്ങളുടെ സവിശേഷതകളെക്കുറിച്ച് അവ ലാൻഡ്സ്കേപ്പ് ചിത്രങ്ങളായിരുന്നു. വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കൽ, മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം, എണ്ണച്ചായത്തിന്റെ ഉപയോഗം, ഛായാചിത്രങ്ങൾ, ആദർശവൽക്കരിക്കപ്പെട്ട മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം തുടങ്ങിയവയായിരുന്നു ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ചിത്രകാരന്മാരുടെ ശൈലികൾ. നവോത്ഥാന കാലഘട്ടത്തിൽ ഉണ്ടായ ചിത്രരചനയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാമായിരുന്നുവെന്ന്. ലാൻഡ്സ്കേപ്പിൽ അവര് ചിത്രങ്ങൾ വരച്ചു. വർണ്ണങ്ങൾ കൊണ്ട് പ്രകാശത്തെയും അകലത്തെയും ചിത്രീകരിക്കാനായി അവർ ശ്രമിച്ചു. മനുഷ്യ ശരീരത്തിന്റെ യഥാർത്ഥ ചിത്രീകരണം നടത്തി. എണ്ണച്ചായങ്ങൾ ഉപയോഗിച്ചു. ഛായാചിത്രങ്ങൾ അവര് നിർമ്മിച്ചു. മനുഷ്യരൂപത്തിലുള്ള ദൈവത്തിന്റെ ചിത്രീകരണം, ദൈവത്തെ അവർ വരച്ചത് മനുഷ്യന്റെ മുഖഭാവത്തോടുകൂടിയും അവന്റെ വികാരത്തോടുകൂടിയുമാണ് ദൈവികമായ ചിത്രങ്ങൾ അവർ വരച്ചത് എന്ന് നവോത്ഥാന കാലഘട്ടത്തിൽ. രണ്ടാമതായി ഇതിൽ നമ്മൾ കാണുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരന്മാരെ കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും ഈ ഒരു പാഠഭാഗത്ത് വളരെ പ്രധാനമായും സൂചിപ്പിക്കുന്നുണ്ട്. സോഷ്യൽ സയൻസ് പരീക്ഷയുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പിലുള്ള ഒരു ചോദ്യമുണ്ടാവും. ആ ചോദ്യത്തിൽ നവോത്ഥാന കലയുമായി ബന്ധപ്പെട്ട വിവിധ കലാകാരന്മാരെ കുറിച്ചും അവരുടെ രചനകളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചാൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിക്കും. നമ്മുടെ പാഠപുസ്തകത്തില് വളരെ വ്യക്തമായും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ സൂചനകളുടെ അടിസ്ഥാനത്തിൽ നവോത്ഥാന കാലഘട്ടത്തെക്കുറിച്ചും ആ നവോത്ഥാന കാലഘട്ടത്തിലെ വിവിധ ചിത്രങ്ങളെക്കുറിച്ചും അവയുടെ ചിത്രകാരന്മാരെ കുറിച്ചും നമ്മൾ പഠിച്ചു വെച്ചാൽ സോഷ്യൽ സയൻസിന്റെ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ഈസിയായി നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. തുടർന്ന് ശില്പകലയുമായി ബന്ധപ്പെട്ട അടുത്ത മേഖലയാണ്. ഡൊണാറ്റലോയുടെ ശില്പങ്ങളെയാണ് നമ്മുടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഡൊണാറ്റലോയുടെ ദാവീദ്, ഗത്തമലാത്ത, കുതിരപ്പുറത്തിരിക്കുന്ന യോദ്ധാവിന്റെ ശില്പമാണ്. ഇങ്ങനെ
മനുഷ്യരൂപത്തിൽ ദൈവത്തെ അവതരിപ്പിക്കുന്ന മൈക്ലാഞ്ചലോയുടെ ശില്പങ്ങൾ, ക്രിസ്തുവിന്റെ ശരീരം മടിയിൽ കിടത്തിയിരിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ചിത്രം, പിയാത്ത, ദാവീദിന്റെ ശില്പവും തുടങ്ങി മൈക്ലാഞ്ചലോയുടെ ശില്പങ്ങൾ നവോത്ഥാന കാലഘട്ടത്തിന്റെ പ്രധാന സവിശേഷതകളായിരുന്നു. ഇപ്പൊ ശില്പകലയെക്കുറിച്ചും ഈ കാലഘട്ടങ്ങളിലെ പ്രധാനപ്പെട്ട ശില്പികളെക്കുറിച്ചും അവരുടെ ശില്പങ്ങളെക്കുറിച്ചുമുള്ള ഒരു ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം. തുടർന്ന് വാസ്തുവിദ്യയെക്കുറിച്ച് ഉള്ള ഭാഗമാണ്. വാസ്തുവിദ്യയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ശൈലിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി, ആ മാറ്റങ്ങൾ ഏത് രീതിയിലാണ് നവോത്ഥാന കാലഘട്ടങ്ങളിൽ രൂപം കൊണ്ടത് എന്നതാണ് തൊട്ടടുത്ത ഭാഗത്ത് നമ്മൾ കാണുക. ശേഷം സാഹിത്യത്തിൽ വന്ന മാറ്റങ്ങൾ, നവോത്ഥാന കാലഘട്ടത്തിൽ സാഹിത്യരചനയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിച്ചത്. ഡാന്റെയുടെ ഡിവൈൻ കോമഡി വളരെ പ്രധാനമായും നമ്മുടെ പാഠഭാഗത്ത് ചേർത്തിട്ടുണ്ട്. ഡിവൈൻ കോമഡിയുടെ രചയിതാവായ ദാന്തെ അദ്ദേഹത്തിന്റെ നരകം, ശുദ്ധീകരണ സ്ഥലം, സ്വർഗം എന്നിവയിലൂടെയുള്ള സാങ്കല്പിക തീർത്ഥാടനമാണ് ഈ കഥയുടെ പ്രമേയം. പക്ഷേ മനുഷ്യസ്നേഹം, രാജ്യസ്നേഹം, പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള താല്പര്യം, സ്വതന്ത്രവും ഏകീകൃതവുമായ ഇറ്റലിക്ക് വേണ്ടിയുള്ള മോഹങ്ങൾ എന്നിവ ഇവയിൽ ശക്തമായി പ്രതിഫലിക്കുന്നുണ്ട്. ഇറ്റലിയിലെ പ്രാദേശിക ഭാഷയിലാണ് ദാന്തെ ഡിവൈൻ കോമഡി രചിച്ചത്. ഒരു ചോദ്യം ഈ തരത്തിൽ ചോദിക്കാം: ഡിവൈൻ കോമഡിയുടെ രചയിതാവ് ആരാണ്? അതിന്റെ പ്രമേയം എന്താണ്? ഇത്തരത്തിലൊരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം പെട്രാർക്കിന്റെ ഡെക്കാമറോൺ എന്ന കൃതിയെക്കുറിച്ച് നവോത്ഥാന സാഹിത്യവുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് നമ്മൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട എഴുത്തുകാരിയായിരുന്ന കസാന്ദ്ര ഫെഡലയെ കുറിച്ചും വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങൾ ഒന്നായി നമ്മളോട് ഇത്തവണത്തെ പരീക്ഷയ്ക്ക് ചോദിക്കാം. തുടർന്ന് നവോത്ഥാന ചരിത്ര രചനയെക്കുറിച്ചാണ്. പ്രാചീനകാലം, മധ്യകാലം, ആധുനികകാലം, ഏൻഷ്യൻ, മെഡീവൽ, മോഡേൺ എന്ന രീതിയിൽ ചരിത്രത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നതായി നമുക്കറിയാം. 5-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം പ്രാചീന കാലമെന്നും, തുടർന്ന് 15-ാം നൂറ്റാണ്ട് വരെയുള്ള കാലം മധ്യകാലമെന്നും, 15-ാം നൂറ്റാണ്ടിന് ശേഷമുള്ള കാലം ആധുനിക കാലമായി പരിഗണിക്കുകയാണ്. ആരാണ് ഇത്തരത്തിൽ ചരിത്രത്തെ തരംതിരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആളുകൾ? ഫ്ലാവിയോ ബിയോണ്ടെയും ലിയനാർഡോ ബ്രൂണി എന്നിവരാണ് ഈ രീതി ആവിഷ്കരിച്ചത്. ഇക്കാലഘട്ടത്തില് ചരിത്ര രചനയിലുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചാണ് തുടർന്ന് നമ്മൾ കാണുന്നത്. മനുഷ്യ കേന്ദ്രീകൃതമായ ചരിത്ര രചനയ്ക്കാണ് ഈ കാലഘട്ടം സാക്ഷ്യം വഹിച്ചത്. കഥകളുടെയും മിത്തുകളുടെയും സ്ഥാനം ശാസ്ത്രീയമായ അന്വേഷണങ്ങൾക്കും പഠനങ്ങളും കൈയടക്കുകയും മാക്യവെല്ലി നവോത്ഥാന ചരിത്രരചനയെ സമ്പന്നമാക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളിപ്പോൾ പഠിച്ചു വരുന്നത് വളരെ പ്രധാനമായും നവോത്ഥാന കാലഘട്ടത്തിലുണ്ടായ കല, ശാസ്ത്രം, സാഹിത്യം, ശില്പകല, ചരിത്രരചന തുടങ്ങിയ മേഖലകളിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു എന്നാണ്. ഈ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ ഈ മാറ്റത്തിന് കാരണമായ വ്യക്തികളെക്കുറിച്ചും അവരുടെ സൃഷ്ടികളെക്കുറിച്ചുമാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും പ്രധാനമായും പഠിക്കേണ്ടതും. ഉറപ്പായും ഈ മേഖലയിൽ നിന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏറ്റവും അവസാന ഭാഗമായി മതനവീകരണത്തെക്കുറിച്ചാണ്. നവോത്ഥാനം മതത്തിന്റെ മേഖലയിലും വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. നവോത്ഥാനത്തിന്റെ സ്വാധീനം മതരംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയതായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇറാസ്മസ്, മാർട്ടിൻ ലൂതർ തുടങ്ങിയവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മതനവീകരണം മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിക്കുകയും സ്വിറ്റ്സർലൻഡ്, ഇംഗ്ലണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ മാറ്റങ്ങൾ രൂപം കൊണ്ടു. ഇങ്ങനെ മതത്തിന്റെ മേഖലയിൽ ഉണ്ടായ മാറ്റങ്ങൾ അത് കത്തോലിക്ക സഭയിൽ തന്നെ പ്രതി മതനവീകരണത്തിന് കാരണമായി. മതത്തിന്റെ ഉള്ളിൽ തന്നെ ചില മാറ്റങ്ങൾക്ക് മത മേലധികാരികൾ തയ്യാറായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇറ്റലിയിലെ ടെന്റിൽ സഭാ നേതൃത്വം ഒരു സമ്മേളനം വിളിച്ചു ചേർന്നു, സൂനഹദോസ്. അതിനുശേഷം വായിക്കാൻ പാടില്ലാത്ത പുസ്തകങ്ങളുടെ ഒരു പട്ടിക പ്രസിദ്ധീകരിച്ചു. ഈ സമയത്താണ് സ്പെയിൻകാരനായ ഇഗ്നേഷ്യസ് ലയോള എന്ന പുരോഹിതൻ സൊസൈറ്റി ഓഫ് ജീസസ് എന്ന സഭയും സ്ഥാപിച്ചത്. ഇത് പ്രതിമത നവീകരണത്തിൽ പ്രധാന പങ്കുവഹിച്ച ഒരു ഘടകമായിരുന്നു. അപ്പോൾ ഈ പ്രതിമത നവീകരണത്തെ കത്തോലിക്ക മതനവീകരണം എന്നും നമുക്ക് വിളിക്കാവുന്നതാണ്. മാനവികത എന്ന 1ാമത്തെ ചാപ്റ്ററിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയത്. 1ാമത്തെ ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ 1 മാർക്കിന്റെ ചോദ്യം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിൽ ഏറ്റവും പ്രധാനമായും ചോദിക്കാൻ സാധ്യത ഏറ്റവും ആദ്യത്തെ 1ാമത്തെ ചോദ്യം അത് മാനവികത എന്ന നമ്മുടെ ഹ്യൂമനിസം എന്ന പാഠഭാഗത്തു നിന്നായിരിക്കും. ഹ്യൂമനിസം എന്ന ഈ പാഠഭാഗത്തു നിന്ന് അതിലേറ്റവും പ്രധാനപ്പെട്ട ഇതാണ് SCERT പുറത്തിറക്കിയ വിവിധ ചോദ്യപേപ്പറുകളിൽ നമ്മൾ കാണുന്ന ആദ്യത്തെ ചോദ്യം നവോത്ഥാന മേഖലയിൽ ശാസ്ത്രത്തിലും സാഹിത്യത്തിലും കലയിലും ചരിത്ര രചനയിലും ഉണ്ടായ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾക്ക് കാരണമായ പ്രധാനപ്പെട്ട വ്യക്തികൾ, അവരുടെ സൃഷ്ടികൾ,
അവ ചിട്ടയായും ക്രമീകൃതമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം നമുക്ക് വളരെ ഈസിയായി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ 5 മാർക്കിൻ്റെയോ 4 മാർക്കിൻ്റെയോ ചോദ്യങ്ങളും ഇതേ പാഠഭാഗത്തു നിന്ന് ചോദിക്കാം. അതിലേറെ പ്രധാനപ്പെട്ടത് നവോത്ഥാനം ഇറ്റലിയിൽ ആരംഭിക്കാനുണ്ടായ സാഹചര്യമെന്ത്, പ്ലേഗ്, അതോടൊപ്പം 3 മാർക്കിൻ്റെ ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ള മതനവീകരണവും മതനവീകരണവും ഏറെ സാധ്യതയുള്ള ഒരു മേഖലയാണ്. മതനവീകരണം, മതനവീകരണം പാഠഭാഗത്തില് മറ്റൊരു പ്രധാന മേഖലയാണ് ചരിത്ര രചനയിലുണ്ടായ മാറ്റങ്ങൾ. മറ്റൊന്ന് കലയിലും സാഹിത്യത്തിലുമുണ്ടായ മാറ്റം. ചിത്രകലയെ മാത്രം എടുത്ത് പറഞ്ഞ് ഈ പാഠഭാഗത്തു നിന്ന് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ ആരംഭിച്ചു? ഒരിക്കൽ കൂടെ നവോത്ഥാനം മാനവികത എന്ന പാഠഭാഗത്തൂടെ നമ്മൾ കടന്നു പോകുന്നു. മാനവികത എന്ന പാഠഭാഗത്ത് നിന്ന് SSLC പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള, ഒരിക്കലും നിങ്ങൾ വിട്ടുകളയരുതാത്ത വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് നവോത്ഥാനം എന്തുകൊണ്ട് ഇറ്റലിയിൽ. ഉറപ്പായും ഇന്ന് തന്നെ അത് പഠിക്കണം. അതിനുശേഷം ഇറ്റലിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, തുടർന്ന് സ്കോളാസ്റ്റിസവും മാനവികതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വളരെ വ്യക്തമായും കൃത്യതയോടുകൂടിയും അത് പഠിക്കുക. തുടർന്ന് നവോത്ഥാനം വിവിധ മേഖലകളിൽ വരുത്തിയ മാറ്റങ്ങൾ, അതിലേറ്റവും പ്രധാനമായും കലയുടെ മേഖലയില്, ശില്പകലയുടെ മേഖലയില്, ചിത്രകലയുടെ മേഖലയില്, തുടർന്ന് ചരിത്ര രചനയുടെ മേഖലയില്, വാസ്തുവിദ്യയുടെ മേഖലയില്, സാഹിത്യത്തിന്റെ മേഖലയില്, ചരിത്ര രചനയുടെയും മതത്തിന്റെയും മേഖലയിൽ നവോത്ഥാനം എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തിയത്, ഇതെങ്ങനെ പഠിക്കാം, അതാണ് ഏതാണ്ട് 28ഓളം പേജുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ പാഠഭാഗത്തെ നമുക്ക് 1-2 പേജുകളിലേക്ക് ചുരുക്കാം. എങ്ങനെയാണ്? നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമ്മുടെ കയ്യിൽ ഒരു പേപ്പറും ഒരു പേനയും എടുത്ത് ഈ രീതിയിൽ നിങ്ങൾ എഴുതുക. നവോത്ഥാന കല, പ്രധാനപ്പെട്ട കലാകാരന്മാരാര്, അവരുടെ സൃഷ്ടികൾ എന്ത്, ആ സൃഷ്ടികളുടെ പ്രത്യേകത എന്ത്, തുടർന്ന് ശില്പകലയെക്കുറിച്ച്, സാഹിത്യത്തെക്കുറിച്ച്, ചരിത്രരചനയെക്കുറിച്ച്, മതത്തെക്കുറിച്ച്, മത നവീകരണത്തെക്കുറിച്ച് വളരെ ഷോർട്ടായിട്ട് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായും ഇതിൽ നിന്ന് 4 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ 6 മാർക്കിന്റെ വരെയും ചോദ്യങ്ങൾ ചോദിക്കാവുന്ന മാനവികത എന്ന ചാപ്റ്ററിൽ നിന്ന് മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ സയൻസിന്റെ ആദ്യത്തെ ചാപ്റ്ററിലെ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് കരഗതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് തന്നെ ഈ പാഠഭാഗം പഠിച്ച് 6 മാർക്ക് നമ്മുടെ കയ്യിൽ ഉറപ്പിക്കാം. റാപ്പിഡ് റിവിഷൻ. കൂട്ടുകാരെ, സോഷ്യൽ സയൻസിന്റെ 2ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററിൽ നിന്നും SSLC പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളാണ് നാം ഇന്നിവിടെ ചർച്ച ചെയ്യുക. ഒന്നാമതായി 4 മാർക്കാണ് ഈ പാഠഭാഗത്തു നിന്നും SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. 4 മാർക്കാണ് ഈ പാഠഭാഗത്തു നിന്നും SSLC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത. ഇന്റേണൽ ചോയ്സ് ഈ ചാപ്റ്റർ ഉണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായത് 4 മാർക്കിന്റെ ഒരു ചോദ്യം, 2 ചോദ്യങ്ങൾ ഓപ്ഷൻസ് ഇട്ട് ഈ പാഠഭാഗത്തു നിന്ന് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. 4 മാർക്കിന്റെ ചോദ്യങ്ങൾ വരാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതൊക്കെയാവാം. 1, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളെ, സാമൂഹിക വ്യവസ്ഥയിലുണ്ടായിരുന്ന അസമത്വം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് വിശദമാക്കുക എന്ന ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഫ്രാൻസിൽ നിലനിന്നിരുന്ന സ്വേച്ഛാധിപത്യ ഭരണക്രമം ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത് എങ്ങനെയെന്ന് വിശദമാക്കുക എന്ന 2ാമത്തെ ഒരു ചോദ്യത്തിനും, മധ്യവർഗത്തിന്റെ ഉയർച്ചയും അതിന്റെ വളർച്ചയും ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായി സമർത്ഥിക്കുക. ഈ ചോദ്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള 3 അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യങ്ങളിൽ പ്രധാനമായുള്ളത്. അടുത്തതായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ സൈദ്ധാന്തിക അടിത്തറ, അതായത് ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്തുണ നൽകിയ പ്രധാനപ്പെട്ട ചിന്തകർ വോൾട്ടയർ, റൂസോ, മോണ്ടെസ്ക്യൂ, ജോൺ ലോക്ക്, അവരുടെ പുസ്തകങ്ങൾ, അവര് എന്താണ് അവരുടെ പുസ്തകങ്ങളിലൂടെ ഫ്രഞ്ച് സമൂഹത്തെ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി ചെയ്തത്. ഈ കാര്യങ്ങളാണ് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന 2ാമത്തെ ചാപ്റ്ററിലെ അടുത്ത ഘട്ടം. ഇതിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നും 4 പ്രധാനപ്പെട്ട മേഖലകളെ ബേസ് ചെയ്ത് ഷോർട്ട് നോട്ടായിട്ടുള്ള ചോദ്യങ്ങളുടെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. അതിലൊന്ന് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, മനുഷ്യാവകാശ പ്രഖ്യാപനം, സെപ്റ്റംബർ കൂട്ടക്കൊല, ബാസ്റ്റിൻ കോട്ടയുടെ തകർച്ച. കൂട്ടുകാരെ, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ഹിസ്റ്ററിയുടെ 2ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചില ഭാഗങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായിട്ടുള്ള ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, മനുഷ്യാവകാശ പ്രഖ്യാപനം, സെപ്റ്റംബർ കൂട്ടക്കൊല, ബാസ്റ്റിൽ കോട്ടയുടെ തകർച്ച. ഏറ്റവും അവസാനമായി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങളും നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളും വിയന്ന സമ്മേളന തീരുമാനങ്ങളും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററിൽ നിന്നും
മുഴുവൻ മാർക്കും നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതിൽ വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഗതിയെ സ്വാധീനിച്ചത് എങ്ങനെ? രണ്ടാമത്, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അനന്തരഫലങ്ങൾ വിശകലനം ചെയ്യുക. ഫ്രാൻസിൽ നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം ദേശീയ സഭയുടെ പരിഷ്കാരങ്ങളെ സ്വാധീനിച്ചത് എങ്ങനെ? ആധുനിക ഫ്രാൻസിന്റെ രൂപീകരണത്തിന് അടിത്തറ പാകിയത് നെപ്പോളിയന്റെ ഭരണപരിഷ്കാരങ്ങളാണ്. ഈ പ്രസ്താവന സാധൂകരിക്കുക. നെപ്പോളിയന്റെ പരാജയത്തിന് ശേഷം യൂറോപ്പിന്റെ ഭൂപടം മാറ്റിവരയ്ക്കപ്പെട്ടു. വിയന്ന സമ്മേളന തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രസ്താവന വിലയിരുത്തുക. ഫ്രാൻസിൽ നടന്ന ഭീകരഭരണം സെപ്റ്റംബർ കൂട്ടക്കൊലയ്ക്ക് കാരണമായത് എങ്ങനെ? വിശദമാക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങളെ കാലഗണനാക്രമത്തിൽ പൂർത്തീകരിക്കുക തുടങ്ങിയ ചോദ്യങ്ങൾ ഈ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചരിത്രത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായി തിരിച്ചിരുന്നുവെന്നും, ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ് എന്ന് 3ആയിട്ട് തിരിച്ചിരുന്നുവെന്നും, ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതർ, സമ്പന്ന വിഭാഗം, രണ്ടാം എസ്റ്റേറ്റിൽ പ്രഭുക്കരും, മൂന്നാം എസ്റ്റേറ്റിൽ സാധാരണക്കാരുമായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതോടൊപ്പം ഇവരുടെ അവസ്ഥ എന്തായിരുന്നു? പുരോഹിതന്മാർ സമ്പന്ന വിഭാഗമായിരുന്നു, പ്രഭുക്കന്മാർ ആഡംബര ജീവിതം നയിച്ചിരുന്നവരാണ്, മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്ന സാധാരണക്കാർ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതം നയിച്ചവരാണ്. അതിൽ 1, 2 എസ്റ്റേറ്റുകൾ എല്ലാവിധ നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നതായും, മൂന്നാം എസ്റ്റേറ്റ് പ്രതിഫലമില്ലാതെ നിർബന്ധിത സേവനം ചെയ്യേണ്ടി വരുന്നവരായിരുന്നുവെന്നും മനസ്സിലാക്കി കഴിയുമ്പോൾ, അത്രയും പോയിന്റുകൾ എഴുതി കഴിയുമ്പോൾ, ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക അസമത്വങ്ങൾ എങ്ങനെ വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നതിന്റെ ഉത്തരവായി. തുടർന്ന് ഏകാധിപത്യ ഭരണക്രമത്തെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഏകാധിപത്യ ഭരണക്രമം എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് കാരണമായത്? അവിടെ ഫ്രാൻസ് ആരാണ് ഭരിച്ചിരുന്നത്? ബൂർബൻ രാജവംശത്തിൽപ്പെട്ട ആളുകളായിരുന്നു. അവരുടെ പ്രത്യേകതകൾ എന്താണ്? അവര് സ്വേച്ഛാധിപതികളായിരുന്നു. രാജാധികാരം ദൈവദത്തമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. രാജാവിന് ദൈവത്തോട് മാത്രമേ പ്രതിബദ്ധതയും കടപ്പാടുമുള്ളൂ. ജനങ്ങളോട് യാതൊരു കടപ്പാടും ഇല്ല എന്ന രീതിയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. അടുത്തതായി, ഫ്രഞ്ച് പാർലമെന്റ് ആയിട്ടുള്ള എസ്റ്റേറ്റ് ജനറൽ അവർ വിളിച്ചു ചേർത്തിരുന്നില്ല. അവരുടെ തീരുമാനങ്ങളെല്ലാം ഏകാധിപത്യ രീതിയിലായിരുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഏകാധിപത്യ ഭരണക്രമം എങ്ങനെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ചത് എന്നതിൻ്റെ ഉത്തരവാണ് വളരെ ഷോർട്ടായി നമ്മൾ തൊട്ടു മുമ്പ് കണ്ടത്. തുടർന്ന് മധ്യവർഗത്തിൻ്റെ ഉദയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായി എന്ന ചോദ്യത്തെ സമർത്ഥിക്കുവാൻ ഒരു ചോദ്യം നമുക്കുണ്ടാവാം. ഈ കാലഘട്ടങ്ങളിൽ കാർഷിക വ്യവസായ രംഗത്തുണ്ടായ പുരോഗതി മധ്യവർഗത്തിന്റെ ഉദയത്തിന് ഇടയാക്കിയതായും, ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ എന്നിവർ മധ്യവർഗത്തിൽ ഉൾപ്പെട്ടിരുന്നതായും, വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും മുന്നിലെത്തിയിട്ടും ഇവർക്ക് സമൂഹത്തിൽ ഉന്നത പദവിയോ അധികാരമോ ലഭിച്ചിരുന്നില്ല എന്നും ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാവുന്നതാണ്. തുടർന്നാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ ഒരുമിച്ച് സമ്മേളിക്കണമെന്ന ആവശ്യം 1ഉം 2ഉം എസ്റ്റേറ്റുകൾ നിരാകരിച്ചു. 1ഉം 2ഉം എസ്റ്റേറ്റുള്ളവർ ആരൊക്കെയാണെന്ന് നമുക്കറിയാം. പുരോഹിതന്മാരും പ്രഭുക്കന്മാരുമാണ്. മൂന്നാം എസ്റ്റേറ്റ് തങ്ങളുടെ സഭയെ ഫ്രഞ്ച് ദേശീയ സഭ എന്ന് സ്വയം പ്രഖ്യാപിച്ചു. അങ്ങനെ മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ അടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടത്. നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന പാഠഭാഗത്തു നിന്നും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. അതിൽ പ്രധാനമായ പോയിന്റുകൾ: 1, ഫ്രഞ്ച് പാർലമെന്റ് എസ്റ്റേറ്റ് ജനറൽ ഒരുമിച്ച് സമ്മേളിക്കണമെന്ന ആവശ്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലേക്ക് നയിക്കപ്പെട്ടത്. രണ്ടാമത്തെ പോയിന്റ്, ഈ ഒരു ആവശ്യത്തെ 1, 2 എസ്റ്റേറ്റുകൾ നിരാകരിച്ചു. മാത്രമല്ല, ഇതിലെ വോട്ടവകാശ രീതിയെക്കുറിച്ചും നമുക്ക് എഴുതാവുന്നതാണ്. ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് എന്ന ക്രമത്തിലായിരുന്നു അവിടെ വോട്ടിംഗ് സിസ്റ്റം നിലനിന്നിരുന്നത്. ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള മൂന്നാം എസ്റ്റേറ്റിനും ഒരു വോട്ട് മാത്രമേ അവകാശമായിട്ടുണ്ടായിരുന്നു. ജനവിരുദ്ധമായ നയങ്ങളും ജനവിരുദ്ധമായ നികുതികളും നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഒന്നിച്ചു ചേരുകയും അവർ രാജാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വോട്ട് ചെയ്യുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ 1ഉം 2ഉം എസ്റ്റേറ്റുകൾ ഏത് സമയവും വിജയം നേടും. എന്നാൽ മൂന്നാം എസ്റ്റേറ്റിന്
ഒരു വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്ന മൂന്നാം എസ്റ്റേറ്റിന് ഒരു വോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇതിൽ പ്രതിഷേധിച്ചാണ് മൂന്നാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ ഫ്രഞ്ച് പാർലമെന്റായ എസ്റ്റേറ്റ് ജനറൽ ബഹിഷ്കരിച്ച് തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ച് ഫ്രാൻസിന് ഒരു ഭരണഘടന ഉണ്ടാകുന്നതുവരെ തങ്ങൾ പിരിഞ്ഞു പോവുകയില്ല എന്ന് പ്രഖ്യാപിച്ചത്. ഇതിനെയാണ് ചരിത്രത്തിൽ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുക. അപ്പോൾ തീർച്ചയായും നമ്മുടെ പരീക്ഷയ്ക്ക് ഈ ഒരു ചോദ്യത്തിന്റെ സാധ്യത വളരെ ഏറെയാണ്. തുടർന്ന് സെപ്റ്റംബർ കൂട്ടക്കൊല. എന്താണ് സെപ്റ്റംബർ കൂട്ടക്കൊലയിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ? 1972 ദേശീയ സഭയുടെ സ്ഥാനത്ത് നിലവിൽ വന്ന നാഷണൽ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. തുടർന്ന് ഫ്രാൻസിന്റെ ഭരണം ജാക്കോബിനുകൾ പിടിച്ചെടുത്തു. വിദേശ ആക്രമണം നേരിടുന്നതിനായി പൊതുരക്ഷാ സമിതിയെ രൂപീകരിക്കുകയും ചെയ്തു. ഈ കമ്മിറ്റി അതിഭീകരമായ ഭരണമാണ് ഫ്രാൻസിൽ നടപ്പിലാക്കിയത്. പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, രാജാവിനെ അനുകൂലിക്കുന്നവർ എന്നിങ്ങനെ ആയിരക്കണക്കിന് പേരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി ജയിലിലടച്ചു. ജയിലുകൾ നിറഞ്ഞപ്പോൾ തിരക്ക് കുറയ്ക്കാൻ 1500ഓളം പേരെ പാരീസിലെ തെരുവിൽ വെച്ച് കൊലപ്പെടുത്തി. ഇതാണ് സെപ്റ്റംബർ കൂട്ടക്കൊല എന്ന പേരിൽ അറിയപ്പെട്ടത്. നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തു നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മേഖലകൾ നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. SSLC പരീക്ഷയ്ക്ക് ഈ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും നോട്ടുകൾ തയ്യാറാക്കി ചെറിയ ചെറിയ കുറിപ്പുകളോടുകൂടി പഠിച്ചു വെച്ചാൽ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന പാഠഭാഗത്തു നിന്നും 4 മാർക്കും നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. Rapid Revision. Final touch to